ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പിണറായി സർക്കാരിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും പിണറായിയുടെ പോലീസ് ആകട്ടെ ഇവർക്ക് നേരെ ലാത്തി ചാർജും തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പ്രതിഷേധകർക്കെതിരെ 5 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നിട്ടും അവിടെ നിന്നും പിന്തിരിഞ്ഞു പോകാതെ നിന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയാണ് പിന്നീടുണ്ടായത്. പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതോടെ യുവജന പ്രതിഷേധത്തിന് നേരെ പിണറായി പോലീസ് നടത്തിയ നരനായാട്ടിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. അതേസമയം ശബരിമല വിഷയത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അന്വേഷണം ഇപ്പോൾ പല വഴിക്ക് തെന്നിമാറുന്ന കാഴ്ചയും കാണുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരൊക്കെയാണുള്ളതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത വരാതെ തന്നെ ബാക്കിയാകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിക്കുന്നത്. പല രീതിയിൽ പ്രതിഷേധങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ പ്രതിപക്ഷവും BJPയും ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി തന്നെ രംഗത്തുണ്ട്. മാത്രമല്ല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങൾ തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈദരാബാദുകാരനായ നാഗേഷിലേക്ക് ഇപ്പോൾ നീങ്ങുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഈ ഒരു വിഷയം എങ്ങനെയും തേച്ചുമാച്ച് കളയാനുള്ള വിവിധ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടന്നു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സ്വർണം അടിച്ചുമാറ്റിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായി നാഗേഷ് എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തിന്, അതായത് ഇത് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ലഭിച്ചിരിക്കുന്നതെന്നും പറയുന്നു. ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പപാളികൾ ഇയാൾ കൈക്കലാക്കുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നും ഇവർ സംശയിക്കുന്നതായി പറയുന്നു. സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഏറെ ദിവസം സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ്. സ്വർണം പൂശാനായി തന്നെ അവിടെ ചെന്നൈയിൽ എത്തിച്ചതും നാഗേഷ് തന്നെയാണ്. ഇതിനിടയിലാണ് ശില്പപാളിയുടെ തന്നെ ഭാരത്തിൽ 4.5 കിലോയുടെ വ്യത്യാസം ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ യഥാർത്ഥ പാളി മാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ഇവിടെ ചെന്നൈയിൽ എത്തിച്ചതെന്നും കരുതപ്പെടുന്നുണ്ട്. ഇതോടെയാണ് നാഗേഷിനെ കൂടുതൽ അന്വേഷണം നടത്താനായി അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. 2019-ലും 2025-ലും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചു. ഈ സ്വർണം പൂശി അത് തിരികെ കൊണ്ടുവന്നു. അപ്പോഴാണ് ഇത്രയും സ്വർണം കുറഞ്ഞത് എന്നത് കണ്ടെത്തുന്നത്. ഇതിൽ സ്വാഭാവിക നഷ്ടമുണ്ടായെങ്കിൽ പോലും 200 പവനിൽ കൂടുതൽ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് കരുതപ്പെടുന്നത്. അതിനിടെയാണ് ദ്വാരപാലക ശില്പം ഇവിടെ ആ ഒരു പാളികളുടെ പരിശോധനയ്ക്കും ഭാരം രേഖപ്പെടുത്തിയ ദേവസ്വം രേഖകൾ പരിശോധിക്കുന്നതിനുമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനായി തന്നെ പ്രത്യേക സംഘം ഇന്നോ നാളെയോ തന്നെ സന്നിധാനത്ത് എത്തിച്ചേരുമെന്ന് വ്യക്തമാക്കുന്നു. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് പരിശോധനകൾ തുടർന്നു വരികയാണ്. അതുപോലെ സന്നിധാനത്ത് വെച്ച് മറ്റു വിപുലമായ യോഗങ്ങൾ ചേരുവാനും ഇപ്പോൾ തീരുമാനമായ വാർത്തകളടക്കമാണ് പുറത്തു വരുന്നത്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച അവർ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്നതും. അതിനിടയിലേക്കാണ് പോലീസ് ഇത്തരത്തിൽ അവർക്ക് നേരെ 5-6 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും നിരവധി യുവമോർച്ച നേതാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായ വിവരങ്ങൾ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.